ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീക്കെൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പം ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇടിയപ്പമാണ്. പിന്നെ കറി നേരത്തെ തലേദിവസം ഞാൻ വെച്ചിരുന്ന കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് പരിപ്പ് കുത്തി കഴിച്ചതാണ് കേട്ടോ. ഇതിന് തോരപ്പരിപ്പിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗാർഡും പച്ചമുളകും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കും. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ എന്താണ് നമ്മുടെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് കാച്ചി ഒഴിച്ച് കഴിയുമ്പോൾ അത് സെറ്റാകും. പിന്നെ വാഴയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു തോരനുണ്ടാക്കി. അപ്പോൾ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പിന്നെ എന്താണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ഇച്ചിരി കടുവും ചെറിയ ഉള്ളി വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്കയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ മസാലയൊക്കെ ഇട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി തോരൻ റെഡിയാവും. അപ്പം നമ്മുടെ പിന്നെ ചിക്കൻ ലെഗ് വെച്ചിട്ട് ഒരു ഫ്രൈയും കൂടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നിറയെ ബേർഡ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കാക്കയൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാക്ക അതുപോലെ പ്രാവ്. ആരും തമ്മിൽ വഴക്കും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കൂടെ നല്ല സൗഹൃദപരമായിട്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റും കൂടെ ഉണ്ടാക്കണം എന്നൊരു തോന്നൽ. കുറേ നാളായി എന്തെങ്കിലും ഒരു മധുരം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ റവ എടുത്തിട്ട് കുറച്ച് നെയ്യിൽ ഒന്ന് വറുത്തെടുത്തു. ഇനി അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ കേസരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പ്രോപ്പറായിട്ടൊന്നും രീതിയിലല്ല ഉണ്ടാക്കിയത്. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തിടാം, അതുപോലെ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാം. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ വളരെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ. അപ്പോൾ വർഷക്കുട്ടിയും വിമാനം വെളിയിൽ കളിക്കാൻ പോയതാണ്. അപ്പോൾ ഏട്ടന് തന്നെ ആദ്യം കൊണ്ടുപോയി കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വെളിയിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോവാണ്, അയർ ബീച്ചിലേക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. പോകുന്ന സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് വില്ലേജ് സൈഡാണ് ഇത്. കണ്ടില്ലേ, ഇത് ഒരു കണിക്കൊന്ന പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു ഇലയൊന്നുമല്ല, പക്ഷെ അതേ ഒരു ടൈപ്പുള്ള ഒരു ചെടി. അങ്ങനെ നമ്മളിപ്പം ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാൻ അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരണമെന്ന്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് നല്ലൊരു ബീച്ചാണെന്നൊക്കെ. പക്ഷേ ഓരോ ദിവസവും ഇങ്ങനെ ക്ലൈമറ്റ് ഒന്നും നല്ലതേ അല്ല. എപ്പം നോക്കിയാലും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ സമയത്തൊക്കെ ബീച്ച് വന്നിട്ട് ഒരു കാര്യമായിട്ട്. ഇന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി വെയിലാണ്. ഭയങ്കര ചൂടായിട്ടൊന്നും പറയാനില്ല, പക്ഷേ എന്നാലും നല്ലൊരു വെതറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഈ വെയിൽ കാണുമ്പോഴത്തേന് ആ ഒരു വെയിൽ ചൂട് കിട്ടാൻ വേണ്ടി ഓടി വരുന്നതാണ്. താഴെ ഫുള്ളിങ്ങനെ കറുപ്പായിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ അഴുക്കാണെന്ന്. പക്ഷേ അത് സീവീഡാണ് കേട്ടോ. അതുകൊണ്ട് ഈ കളിക്കുന്നത് ഇന്ത്യൻസാണ് കേട്ടോ. അവർ തമിഴൊക്കെ സംസാരിക്കുന്നത് കേട്ടു. എനിക്കൊന്ന് സ്റ്റുഡൻസൊക്കെ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താണ്, എല്ലാവരും വന്നിങ്ങനെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബീച്ചിൽ തിരമാല അടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ജനലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കടലിൽ പോകുമ്പോൾ ഇങ്ങനെ തിരമാല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കത്തില്ലേ. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് സൈലൻ്റായിട്ട് അങ്ങ് കിടക്കുകയാണ്, ഒരനക്കവും ഇല്ല. പിന്നെ കുറേ പേര് ഇങ്ങനെ ടെൻറ്റും ഇതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ നിന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഒരുപാട് പേര്, ഇതൊക്കെ കുറേ പേര് ഇന്ത്യൻസാണ് കേട്ടോ. അവരെല്ലാം വന്നിട്ട് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് അവരുണ്ടാക്കുന്ന കണ്ടപ്പോഴാണ് ചേച്ചി നമ്മളും കൊണ്ടുവരേണ്ടിയായിരുന്നല്ലോ എന്ന്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ റെഡിയാക്കി കൊണ്ട് പോകണം. ഇനി എപ്പോഴാണ് പോകണമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പോകണ ഒരു പരിപാടിയേ ഇല്ല. ഇവിടുത്തെ മണൽ ഇങ്ങനെ കരിമണലും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. സാധാരണ മണലും കരിയും കൂടെ ഉള്ള ഒരു മണ്ണാണ്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കാന്തമൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അതിലിങ്ങനെ പിടിക്കും. ഞാൻ അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പണ്ട് അങ്ങനെ ചെയ്യത്തില്ലേ. വരുന്നവരെല്ലാം ഫുള്ള് വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. വർഷക്കുട്ടിയും വിമാനം ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുക്കാതാണ് വന്നത്. അതുകൊണ്ട് പിന്നെ അവരെ ഇറക്കിയില്ല. ജസ്റ്റ് കാലൊക്കെ മാത്രം കഴിയാൻ മതിയെന്ന് പറഞ്ഞു. ഈ കാണുന്നത് സീവീഡാണ് കേട്ടോ. കണ്ട ഒരു പ്ലാസ്റ്റിക് പോലാണ് ഇരിക്കുന്നത്. പച്ച കളറിലിരിക്കുന്ന സാധനമാണ് പിന്നെ കറുത്ത് അവിടെ കിടക്കുന്നത് കേട്ടോ. എല്ലാവരും ഇവിടെ സൺബാത്തൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടനും ഒരാഗ്രഹം അങ്ങനെ അത് കിടന്നാലോ എന്ന്.
പിന്നെ ഇവന് മണ്ണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ആവേശമാണ്. ഫുള്ള് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലൊക്കെ വെള്ളം നനച്ചിട്ട് വന്ന ഒരേ കളിയാണ്. പിന്നെ നമുക്ക് ബീച്ചിൽ മിസ്സാവുന്ന കാര്യങ്ങൾ ഈ കപ്പലണ്ടി വറുത്തതും അതുപോലെ തന്നെ കോൺ വേവിച്ചതും പിന്നെ മാങ്ങയിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുമല്ലോ, അതൊക്കെ ഇങ്ങനെ വരുമല്ലോ. അതൊക്കെ അവിടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓടിപ്പോയി മേടിക്കും, കഴിക്കും. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ആ വൈബൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. പക്ഷെ അതൊക്കെ ഇവിടെ നമ്മൾ മിസ്സാവുന്നുണ്ട്. നമ്മളത് തന്നെ പറഞ്ഞാൽ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പോയി കഴിക്കും, അതൊക്കെ ഒരു രസമല്ലേ. ഇതിവിടെ അതൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര ഒരു മിസ്സിങ് ഐറ്റംസാണ് ഇവിടെ. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ, നമ്മൾ തന്നെ അവിടെ പോയിരുന്ന് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ നമ്മൾ അത് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ കൊള്ളാം. നമ്മൾ സാധാരണ പോണത് ഒരു ഒരു ഫ്രീ ആയിട്ട് പോയി എൻജോയ് ചെയ്യാനാണ് പോണത്. അവിടെയും പോയിട്ടിരുന്ന് കുക്ക് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ വേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് കേട്ടോ. അതൊരു വേറൊരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ കളിച്ചിട്ട് അങ്ങനെ നേരെ പിന്നെ കുറേ ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. ശരി, ഞങ്ങൾ വെച്ചാൽ അങ്ങോട്ട് പോവാം. പിന്നെ ഈ കാണുന്നതൊക്കെ ക്യാരവൻസാണ് കേട്ടോ. അതിൽ തന്നെ ബെഡ്, എല്ലാ സൗകര്യവും, ചെറിയൊരു കിച്ചൺ, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമാ നടന്മാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യണത് ഇതാണല്ലോ. ഇവിടെ മിക്കവാറും ആൾക്കാരൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നടന്നിട്ട് അങ്ങോട്ട് തീരുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇരുന്നിട്ടൊക്കെയാണ് നടക്കാൻ പോയത്. പകുതി വരെ പോയാൽ മതി എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ശരി എന്തായാലും ഇറങ്ങി, എന്നാൽ പിന്നെ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നടന്ന് നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇവിടെ ഫുള്ള് പ്ലെയിനായിട്ടൊരു പാർക്ക് കേട്ടോ. എന്താ പറയുക, ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു പച്ചപ്പയിലൂടെ ഇങ്ങനെ നടക്കാൻ. അത് അങ്ങനെ നടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു വലിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ടെന്ന്. പിന്നെ ഇവിടെ പിന്നെ എവിടെ പോയാലും ഇതുപോലെ കുറേ പാർക്കുകൾ കാണാം. എന്നാലും ഇതുവരെ നമ്മൾ പോയതിൽ ഏറ്റവും വലിയൊരു പ്ലേ പാർക്കാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു ഷവർ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ ബീച്ചിലും അങ്ങനെ കാണാൻ വഴിയില്ല കേട്ടോ ഇങ്ങനെ ഷവർ ഏരിയ ഒക്കെ. പക്ഷേ ഇവിടെ അതുണ്ടായിരുന്നു. അതറിയാമായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവരെ കൂടെ വെള്ളത്തിൽ കളിപ്പിക്കാമായിരുന്നു. എന്തായാലും പിന്നെ അത് നടന്നില്ല. അങ്ങനെ കളിയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് ഫ്ലേവേഴ്സ് അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പാതി എണ്ണവും ഇല്ലായിരുന്നു, കുറച്ച് ഇതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേര് 4 ഫ്ലേവേഴ്സാണ് വാങ്ങിയത്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലതെന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ 2 ഐസ്ക്രീം വീതം ഓരോരുത്തരും കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ എത്ര ദൂരം അങ്ങോട്ട് നടന്നോ അത്രയും ദൂരം തിരിച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ പാർക്കിലൂടെയാണ് വന്നത്. അപ്പോഴാണ് കണ്ടത് എയർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതിൽ നോക്കിയാൽ നിറച്ച്
ആൾക്കാർ ഇരിപ്പുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അത് വിചാരിച്ച് അവിടെ കയറി കഴിക്കാമെന്ന്. പക്ഷേ വയറ്റിൽ ഒട്ടും സ്ഥലമില്ലായിരുന്നു. ഒരു ഐസ്ക്രീമിന് 2 ഐസ്ക്രീം വീതമാണ് എല്ലാവരും കുത്തിക്കയറ്റിയത്. അതുകൊണ്ട് ഒട്ടും വിശപ്പും ഇല്ലായിരുന്നു. ഇപ്പം വീട്ടിൽ പോയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനായി. അങ്ങനെ നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:30 മണിയായിട്ടുണ്ട്, പക്ഷേ നല്ല വെട്ടമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഡൊമിനോസിൽ നിന്ന് പിസയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണേ.